പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച. 2 ശമൂവേൽ 22 അധ്യായം 31 വാക്യം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ഉറച്ച പാറമേലാണ് നമ്മെ നിർത്തുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അനവധി യുദ്ധങ്ങളും കണ്ണീരും പരീക്ഷണങ്ങളും പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നത് ഒരു സാക്ഷ്യമാണ്: ദൈവത്തിൻ്റെ വഴി പൂർണ്ണമാണ്. നമ്മുടെ കണ്ണുകൾക്ക് ചിലപ്പോൾ ദൈവത്തിൻ്റെ വഴി മനസ്സിലാകുകയില്ല. ചില വാതിലുകൾ അടയുന്നു, ചില പ്രാർത്ഥനകൾ വൈകുന്നു, ചില കണ്ണുനീരുകൾക്ക് ഉടനെ ഉത്തരമില്ല. എന്നാൽ സമയം ദൈവത്തിൻ്റെ കൈകളിൽ പാകമാകുമ്പോൾ നാം തിരിച്ചറിയും, ദൈവം ഒരിക്കലും തെറ്റായ വഴി കാണിച്ചിട്ടില്ലെന്ന്. നാം കണ്ടത് വളഞ്ഞ പാതയാണെങ്കിലും ദൈവം കണ്ടത് ലക്ഷ്യത്തിലേക്കുള്ള സുരക്ഷിതമായ വഴിയായിരുന്നു. ദൈവത്തിൻ്റെ വഴി പൂർണ്ണമാണ്. കാരണം അത് അവൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് ഉദിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അതിരുകളുണ്ട്, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് അതിരുകളില്ല. നാം ഇന്നിനെ മാത്രം കാണുന്നു, അവൻ നാളെയും നിത്യതയെയും ഒരുപോലെ കാണുന്നവനാണ്. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് നിഷേധമല്ല, അനുഗ്രഹത്തെ പാകമാക്കുന്ന സ്നേഹമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വീണ്ടും ദാവീദ് പറയുന്നു, യഹോവയുടെ വചനം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, തീയിൽ പലവട്ടം ഒരുക്കി ശുദ്ധമാക്കിയ പൊന്നുപോലെ ദൈവവചനം ഒരു കറ പോലുമില്ലാതെ സത്യമാണ്. ലോകത്തിൻ്റെ വാക്കുകൾ കാലത്തിനൊപ്പം മാറും, മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് തകരാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് നാം നമ്മുടെ വികാരങ്ങളെക്കാൾ വചനത്തെ വിശ്വസിക്കണം. നമ്മുടെ സാഹചര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കണം. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ വചനം നമ്മുടെ നങ്കൂരമാകട്ടെ. ഇരുട്ട് മൂടുമ്പോൾ വചനം നമ്മുടെ ദീപമാകട്ടെ. വഴികൾ അടയുമ്പോൾ വചനം നമ്മുടെ ദിശാസൂചികയാകട്ടെ. അവസാനമായി ദാവീദ് പറയുന്നു, അവനിൽ ആശ്രയിക്കുന്ന ഏവർക്കും അവൻ പരിചയമാണ്. പരിചയ അമ്പുകളെ തടയുന്ന സംരക്ഷണമാണല്ലോ. ദൈവം എല്ലാ യുദ്ധങ്ങളും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ഓരോ യുദ്ധത്തിലും തൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഉറപ്പു നൽകുന്നു. വിശ്വാസിയുടെ ഏറ്റവും വലിയ സുരക്ഷ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് നമുക്ക് മുമ്പിൽ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും അതൊന്നും ദൈവത്തിൻ്റെ പരിചയെ ഭേദിക്കുകയില്ല. അവരിൽ അഭയം പ്രാപിക്കുന്നവനെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാം. ദൈവത്തിൻ്റെ വഴി ഒരിക്കലും തെറ്റില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം ഒരിക്കലും പിൻവാങ്ങുകയില്ല. ഈ വിശ്വാസത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്കിറങ്ങാം. നമ്മുടെ ചുവടുകൾ ദൈവത്തിൻ്റെ വഴിയിൽ ആയിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ദൈവവചനത്തിൽ ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പരിചയക്കുള്ളിൽ സുരക്ഷിതമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പൂർണ്ണമായ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ ശുദ്ധമായ വചനത്തിൽ ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കണമേ. എല്ലാ ഭയങ്ങളിലും പരീക്ഷകളിലും അങ്ങ് ഞങ്ങളുടെ പരിചയവും അഭയവുമായിരിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.